السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. صحيح البخاري സുലാസിയാത്ത് അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. മഹാനായ അബൂ അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ഹിജ്റ 194 ജനിച്ച് ഹിജ്റ 256 വഫാത്തായ മഹാനാണ്. മഹാനവറുകളുടെ ഇൽമിന്റെ ആഴം ഹദീസിൽ മാത്രമായിരുന്നില്ല. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവികൾ, റിജാലുൽ ഹദീസ്, അവരെ കുറിച്ചും അവരുടെ കുറവുകളും മികവുകളും പറയുന്ന ജർഹ് തഅദീൽ, ഇല്ലത്തുൽ ഹദീസ്, ഇതിലെല്ലാം ഇമാം ബുഖാരിയുടെ അറിവിന്റെ ആഴം വളരെ ശ്രദ്ധേയമാണ്. അഹ്ലുസുന്നയുടെ ഉലമാ മുഴുവനും ഏകോപിച്ച ഒരു കാര്യമാണ് അസ്ഹഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. അല്ലാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആനിന് ശേഷം ഏറ്റവും കൂടുതൽ സ്വീകാര്യോഗ്യമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ 16 വർഷത്തെ അധ്വാന ഫലമാണ് അവിടുത്തെ സ്വഹീഹുൽ ബുഖാരി. മഹാന്റെ അടുക്കലുള്ള 6 ലക്ഷം ഹദീസുകളിൽ നിന്നാണ് മഹാനവറുകൾ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളെ കടഞ്ഞെടുക്കുന്നത്. മഹാനവറുകൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. അല്ലാഹുവിന്റെ റസൂല് എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെയുണ്ട്. എന്റെ കയ്യിൽ ഒരു വിശറിയുണ്ട്. ആ വിശറി കൊണ്ട് ഞാൻ മുത്തുനബിയെ തൊട്ട് എന്തോ തട്ടി മാറ്റുന്നുണ്ട്. ആ കാലത്തുള്ള ചില സ്വപ്ന വ്യാഖ്യാതാക്കൾ മഹാനവറുകളോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് എല്ലാ കളവുകളെയും എല്ലാ അസത്യങ്ങളെയും നിങ്ങൾ തട്ടിമാറ്റുമെന്നാണ് ആ സ്വപ്നം സൂചിപ്പിക്കുന്നത്. സ്വഹീഹുൽ ബുഖാരിയിലെ ഓരോ ഹദീസും മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുമ്പോൾ മഹാനവറുകൾ കുളിക്കുകയും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും ശേഷം അല്ലാഹുവിനോട് ഇസ്തിഖാറത്ത്, ഖൈറിനെ തേടുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് മഹാനവറുകൾ തന്നെ പറയുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിലൊക്കെ പറഞ്ഞതനുസരിച്ച് ആകെ 7275 ഹദീസുകളായിരിക്കും ഉണ്ടാവുക. ഖിലാഫുണ്ട്. സുയൂത്തി ഇമാം പറയുന്നത് 7397 ഹദീസാണ് എന്നാണ്. ആവർത്തനങ്ങൾ ഒഴിവാക്കിയാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത് ഏകദേശം 4000 ഹദീസുകളായിരിക്കും ഉണ്ടാവുക. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ തങ്ങളുമൊക്കെ പറയുന്നത് ആവർത്തനം ഒഴിവാക്കിയാൽ 2602 ഹദീസായിരിക്കും ഉണ്ടാവുക. അസ്ഹഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആനിന് ശേഷം ഏറ്റവും സ്വീകാര്യമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബറക്കത്തുള്ള കിതാബും സ്വഹീഹുൽ ബുഖാരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആരിഫീങ്ങളിൽപ്പെട്ട ചില ആളുകൾ സ്വഹീഹുൽ ബുഖാരി പാരായണം ചെയ്തത് പ്രയാസങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടതും ദുആഇന് വേഗം ഇജാബത്ത് കിട്ടിയതുമായ സംഭവം അല്ലാമ അലി ഇബ്നു സുൽത്താൻ മുഹമ്മദ് അൽ ഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്.
മഴയില്ലാത്ത സമയത്ത് സ്വഹീഹുൽ ബുഖാരി പാരായണം ചെയ്തപ്പോൾ മഴ പെയ്ത സംഭവം ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ മുബാറക്കായ കിതാബാണ്, മൈമൂനായ കിതാബാണ്. ഈ സ്വഹീഹുൽ ബുഖാരിയിലുള്ള 7000 ചില്ലാനം ഹദീസുകളിൽ നിന്ന് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന, കൂടുതൽ ബഹുമാനമർഹിക്കുന്ന ഹദീസുകളാണ് ബുഖാരിയിലെ സുലാസിയാത്തുൽ ബുഖാരി. സുലാസിയാത്ത് എന്ന് പറഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിന്റെ പരമ്പരകളിൽ, ഹദീസ് റിപ്പോർട്ട് ചെയ്ത നിവേദന ശൃംഖലകളിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇടയിലുള്ള ആളുകളുടെ എണ്ണം വെറും 3 എണ്ണമാണെങ്കിൽ അത്തരം ഹദീസുകൾക്കാണ് സുലാസിയാത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഹദീസ് റിപ്പോർട്ട് ചെയ്ത വ്യക്തിക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇടയിലുള്ള ആളുകളുടെ എണ്ണം കുറയും തോറും ഹദീസിന്റെ ബഹുമാനം വർദ്ധിക്കും. ഏറ്റവും കുറഞ്ഞ ആളുകളുള്ള ഹദീസിനാണ് ഉലൂഉൽ ഇസ്നാദ് എന്ന് പറയുക. ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഹദീസിനെ നുസൂലുൽ ഇസ്നാദ് എന്ന് പറയും. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് പരമ്പരകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 മുതൽ 9 വരെ റിജാലുൽ ഹദീസിനെ ബുഖാരി ഇമാമിനും മുസ്ലിമിനും ഇടയിൽ കാണാൻ കഴിയും. അപ്പൊ ചുരുക്കത്തിൽ ബുഖാരിയിലെ ഉലൂഉൽ ഇസ്നാദായിട്ട് വരുന്ന ഹദീസുകളാണ് ബുഖാരിയിലെ സുലാസിയാത്ത്. 22 സുലാസിയായ ഹദീസുകളാണ് സ്വഹീഹുൽ ബുഖാരിയിൽ ആകെ ഉള്ളത്. ആവർത്തനങ്ങൾ ഒഴിവാക്കിയാൽ ആകെ 16 സുലാസിയായ ഹദീസായിരിക്കും സ്വഹീഹുൽ ബുഖാരിയിൽ ഉണ്ടാവുക. ഈ 22 സുലാസിയായ ഹദീസും കടന്നു വരുന്നത് 5 പരമ്പരകളിലൂടെയാണ്, 5 ഇസ്നാദിലൂടെയാണ്. നമുക്കാദ്യം ആ 5 പരമ്പരകളൊന്ന് പറഞ്ഞ് ശേഷം ഹദീസിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ പരമ്പര ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട മക്കി ഇബ്നു ഇബ്രാഹിം അവരെ തൊട്ട്, അവർ യസീദ് ഇബ്നു അബി ഉബൈദയെ തൊട്ട്, അവർ സ്വഹാബിയായ സലമത്ത് ഇബ്നു അക്വ റളിയല്ലാഹു അൻഹു തൊട്ട്. ഈ പരമ്പരയിലൂടെയാണ് സുലാസിയാത്തിൽ പകുതിയും വരുന്നത്. 22 സുലാസിയാത്തിലെ 11 സുലാസിയ ഹദീസ് വരുന്നത് ഈ പരമ്പരയിലൂടെയാണ്. രണ്ടാമത്തെ പരമ്പര ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അബൂ ആസിം ലഹാഖ് ബിൻ മഖ്ലദ് എന്നിവരെ തൊട്ട്, അവർ നേരത്തെ പറഞ്ഞ യസീദ് ഇബ്നു അബി ഉബൈദയെ തൊട്ട്, അവർ സലമത്ത് ഇബ്നു അക്വ റളിയല്ലാഹു അൻഹു തൊട്ട്. ഈ പരമ്പരയിലൂടെ സുലാസിയാത്തിലെ 6 ഹദീസുകൾ വരുന്നുണ്ട്. മൂന്നാമത്തെ പരമ്പര ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി അൻസാരിയെ തൊട്ട്, അവർ ഹുമൈദു ത്വവീലിനെ തൊട്ട്, അവർ സ്വഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവരെ തൊട്ട്. ഈ പരമ്പരയിലൂടെ 3 ഹദീസുകളാണ് വരുന്നത് സുലാസിയാത്തിലെ. നാലാമത്തെ പരമ്പര ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഖല്ലാദ് ബിൻ യഹ്യ എന്നവരെ തൊട്ട്, അവർ ഈസ ബിൻ തുഹ്മാനെ തൊട്ട്, അവർ സ്വഹാബിയായ അനസ് ബിൻ മാലിക് തങ്ങളെ തൊട്ട്. ഈ പരമ്പരയിലൂടെ ഒരു സുലാസിയ ഹദീസാണ് വരുന്നത്. അഞ്ചാമത്തെ പരമ്പര ഇമാം ബുഖാരി ഇസ്മാം ബിൻ ഖാലിദ് എന്നവരെ തൊട്ട്, ഖുറൈസ് ബിൻ ഉസ്മാനെ തൊട്ട്, അവർ സ്വഹാബിയായ അബ്ദുല്ലാഹി ബിൻ ഉസ്ർ എന്നവരെ തൊട്ട്. ഈ പരമ്പരയിലൂടെയും ഒരു ഹദീസാണ് വരുന്നത്. ഒന്നാമത്തെ പരമ്പര, കൂടുതൽ സുലാസിയാത്ത് വരുന്ന ഒന്നാമത്തെ പരമ്പര ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മക്കി ഇബ്നു ഇബ്രാഹിം എന്നവരെ തൊട്ട്. ആരാണവർ? ഹിജ്റ 215 വഫാത്തായ മഹാനാണ്. ഖുറാസാനിലെ ബൽഖിലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. ബൽഖ് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലാണ്. മഹാനവറുകൾ വഫാത്താകുന്നത് ഖുറാസാനിലെ മർവിലാണ്. മർവ് ഇന്നത്തെ തുർക്കുമെനിസ്ഥാനിലെ, ഇന്ന് മേരി എന്ന പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. മഹാനവറുടെ ഖബറും അവിടെയാണ്. പക്ഷേ ഖബറിന്ന് കാണാൻ കഴിയൂല. കാരണം 13ാം നൂറ്റാണ്ടിലെ മംഗോളിയൻ അധിനിവേശം കാരണം അവിടെയുള്ള ഒരുപാട് മുഹദ്ദിസീങ്ങളുടെയും ഒരുപാട് ഇമാമിയങ്ങളുടെയും ഖബറുകൾ നാമാവിശേഷമായി പോയിട്ടുണ്ട്. തഹ്ദീബുൽ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ തഹ്ദീബുൽ കാണാം, കാന മക്കി ഇബ്നു ഇബ്രാഹിം അവ്വല ശൈഖ് ലിൽ ബുഖാരി.
ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആദ്യമായി ഹദീസ് കേട്ട പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മക്കി ഇബ്നു ഇബ്രാഹിം. ഹിജ്റ 215 മഹാൻ വഫാത്തായത്. മഹാനവറുകൾ ബഹുമാനപ്പെട്ട യസീദ് ഇബ്നു അബീ ഉബൈദയെ തൊട്ട് ആരാണ് മഹാനവറുകൾ? തഹ്ദീബിൽ കാണാം, മദനിയുൻ സിഖത്തുൻ റവാ അൻ സലമത്ത് ബിൻ അക്വഅ. മഹാന്റെ അസ്ൽ മദീനയാണ്. സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു സ്വഹാബിയെ തൊട്ട് മഹാനവറുകൾ ഹദീസുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സലമത്ത് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ബുഖാരിയിൽ 40 ഹദീസുകളുണ്ട്. ആ 40 ഹദീസുകളിൽ 20 ഹദീസും ബഹുമാനപ്പെട്ട യസീദ് ഇബ്നു അബീ ഉബൈദയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. യസീദ് ഇബ്നു അബീ ഉബൈദയുടെ ഹദീസുകൾ ബുഖാരിയിൽ എല്ലാം മക്കി ഇബ്നു ഇബ്രാഹിമിലൂടെയാണ് കടന്നു വരുന്നത്. എന്നാൽ യസീദ് ഇബ്നു അബീ ഉബൈദ ഹദീസുകൾ മുസ്ലിമിലും നസായിയിലും അബൂദാവൂദിലും തുർമുദിയിലും ഒക്കെ ഉണ്ട്. ആ കിതാബുകളിലൊക്കെ അബൂ ആസിം, വക്കീ ഇബ്നുൽ ജറാഹ്, അബ്ദുറഹ്മാൻ മഹ്ദി, യഹ്യ ഇബ്നു ആദം അങ്ങനെ പലരിലൂടെയുമാണ് മഹാന്റെ ഹദീസുകൾ കടന്നു വരുന്നത്. ഈ പരമ്പരയിൽ മൂന്നാമത്തെയാൾ സ്വഹാബിയായ ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു. 22 സുലാസിയാത്തിലെ 17 സുലാസിയ ഹദീസും വരുന്നത് ഈ സ്വഹാബിയിലൂടെയാണ്. ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു ഹിജ്റ 54 വഫാത്തായ മഹാൻ. 80 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. മദീനയിലെ ബനു അസ്ലം ഗോത്രത്തിലെ പ്രഗൽഭനായ സ്വഹാബി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനെ പറ്റി പറയുന്നു, ഖൈറു റിജാലിന സലമത്ത് ബിൻ അക്വഅ. ആ ഹദീസ് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാനെ സംബന്ധിച്ച് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വേഗതയിൽ ഓടാൻ കഴിയുന്ന സ്വഹാബിയാണെന്ന് പറയാറുണ്ട്. അസ്റഉൻ നാസി അദ്വ എന്ന മഹാനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. മഹാനവറുകൾ മദീനയിൽ മർവാൻ ഇബ്നു ഹക്കം ഭരണാധികാരിയായിരിക്കുമ്പോഴാണ് വഫാത്താകുന്നത്. ഉമർ തങ്ങളുടെ കാലത്തും ചില യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ശേഷം മഹാനവറുകൾ മദീനയിൽ ഹദീസ് റിവായത്തുമായി കഴിഞ്ഞുകൂടുകയായിരുന്നു. മഹാന്റെ ഖബർ മദീനയിലെ ബഖീഉൽ ഗർഖദിലാണ് നിലകൊള്ളുന്നത്. രണ്ടാമത്തെ പരമ്പരയിൽ ഇമാം ബുഖാരിയുടെ ശൈഖായ ബഹുമാനപ്പെട്ട വഹാഖ് ബിൻ മഖ്ലദ്, അബൂ ആസിം വഹാഖ് ബിൻ മഖ്ലദ് റളിയല്ലാഹു അൻഹു ഹിജ്റ 212 മഹാനവറുകൾ വഫാത്താകുന്നത്. മക്കയിലാണ് ജനിക്കുന്നത്, ബസറയിലാണ് താമസം. വഫാത്തായതും ബസറയിൽ തന്നെയാണ്. ഇവരിലൂടെ സ്വഹീഹുൽ ബുഖാരിയിൽ 45 ഹദീസുകളാണുള്ളത് എന്ന് തഹ്ദീബുൽ കാമിലിൽ കാണാം. മഹാനവറുകളെ കുറിച്ച് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയാണ്, വഹാഖ് ബിൻ മഖ്ലദ് അബൂ ആസിം എന്ന പേരിൽ അറിയപ്പെട്ട ബഹുമാനപ്പെട്ട വഹാഖ് ബിൻ മഖ്ലദ് പറയുകയാണ്, മുൻദു അലിംതു അന്നൽ ഗീബത ഹറാമുൻ മഗ്തബതു അഹദൻ ഖത്തു. ഗീബത്ത് ഹറാമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് മുതൽ എന്റെ ജീവിതത്തിൽ ഒരാളെയും ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടില്ല. മഹാന്റെ മദ്ഹായിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ബഹുമാനപ്പെട്ട ഹംദാൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ദഹബനാ ഇലാ അഹ്മദ ഫസഅൽനാഹു അൻ യുഹദ്ദിസനാ. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾ പോയി മഹാന്റെ ഹദീസ് കേൾക്കാൻ വേണ്ടിയിട്ട്. മഹാനവറുകൾ പറഞ്ഞു, തസ്മഊന മിന്നി, എന്റെ അടുക്കുന്ന ഹദീസ് കേൾക്ക്. അബൂ ആസിം ഫിൽ ഹയാത്തി, അബൂ ആസിം എന്നവർ ഹയാത്തിലുള്ളപ്പോൾ എന്റെ അടുക്കുന്ന ഹദീസ് കേൾക്ക്. ഉഖ്റുജു ഇലൈഹി, അവരടുക്കലേക്ക് പൊക്കോളൂ എന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അബൂ ആസിം എന്നവരെ കുറിച്ച് പറഞ്ഞതായി ഹംദാൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ശുബ്ബ റളിയല്ലാഹു അൻഹു പറയാണ്, ഹദ്ദസനാ അബൂ ആസിം, അബൂ ആസിം എന്നവർ നമ്മളോട് ഹദീസ് പറഞ്ഞു. വല്ലാഹി മാ റഅയ്തു മിഥല, അല്ലാഹുവാണ് സത്യം, അവരെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഈ പരമ്പരയിൽ രണ്ടാമതായും മൂന്നാമതായും വരുന്ന ആളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പരമ്പരയിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ ശൈഖായി വരുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി അൻസാരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽ വരുന്ന മഹാനാണ്. ഹിജ്റ 215 ബസ്രയിലാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. 97 വയസ്സ് വരെ ജീവിച്ച മഹാനാണ്. തഹ്ദീബിൽ പറയുന്നു, കാന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി അൻസാരി സിഖതൻ സബതൻ ലാ യുഖദ്ദമു അലൈഹി ഫീ ഹദീസ് അനസ്.
മഹാനവറുകൾ സിഖത്താണ്, സബത്താണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് ഹദീസ് ഉദ്ധരിക്കുന്നതിൽ മഹാനവറുകൾക്കാണ് ഒന്നാം സ്ഥാനം. മഹാനവറുകൾ ഹുമൈദു ത്വബീൽ എന്നവരെ തൊട്ട്, ഹുമൈദ് ഇബ്നു അബി ഹുമൈദു ത്വബീൽ എന്നാണ് അവരുടെ പേര്. മഹാനവറുകളും ബസ്രയിലാണ്. ഹിജ്റ 142 മഹാനവറുകൾ വഫാത്താകുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയാണ്, വഖാലൽ അസ്മാഇ, അസ്മാഇ എന്ന പണ്ഡിതൻ മഹാനവറുകൾ പറഞ്ഞു, റഅയ്തു ഹുമൈദൻ വലം യകുൻ ബിത്വബീൽ, ഞാൻ ഹുമൈദിനെ കണ്ടു, പക്ഷേ മഹാനവറുകൾ ത്വബീലല്ല, നീണ്ടയാളൊന്നുമല്ല. പക്ഷേ വലാകിൻ കാന ത്വബീലൽ യദൈ, രണ്ട് കൈകൾക്കും നല്ല നീളമുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം ത്വബീൽ എന്ന് പറയുന്നത്. വഖാല ഗൈറുഹു, എന്നാൽ ചില ആളുകൾ പറയുന്നു മഹാനവറുകളുടെ അയൽവാസികളുടെ കൂട്ടത്തിൽ ഒരു ഹുമൈദ് ഉണ്ടായിരുന്നു, ബഹുവ ഖസീർ, അദ്ദേഹം നീളം കുറഞ്ഞ ആളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിൽ നിന്നും മഹാൻ വേർതിരിയാൻ വേണ്ടിയിട്ടാണ് ഹുമൈദിന് ത്വബീൽ എന്ന് പറയുന്നത്. വലിയ ധർമ്മിഷ്ഠനായിരുന്നു. വകാന യഅതിഖു അശിയത അറഫ മിയത മംലൂക്, അറഫന്റെ അന്ന് മാത്രം 100 അടിമകളെ മഹാനവറുകൾ മോചിപ്പിച്ചിരുന്നു. വകാന ഖയ്യാത ഫിൽ ബസ്റ, ബസ്റയിൽ ആളുകൾക്ക് വസ്ത്രം തുന്നിക്കൊടുത്ത് ഉപജീവന മാർഗം കണ്ടെത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഹുമൈദ് ത്വബീൽ റളിയല്ലാഹു അൻഹു. അവർ സ്വഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ തൊട്ട്, മഹാനായ സ്വഹാബി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വർഷം ഖിദ്മ ചെയ്ത മഹാനായ അനസ് തങ്ങൾ ഹിജ്റ 91 വഫാത്താകുന്നത്. അനസ് തങ്ങൾ പറയുന്നു, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നു, ഖദിമൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന വഅന ഇബ്നു 8 സിനീൻ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തിയപ്പോൾ എനിക്ക് 8 വയസ്സാണ്, ഞാൻ ചെറിയ കുട്ടിയാണ്. എന്റെ ഉമ്മ എന്നെയും പിടിച്ച് മുത്തുനബിയുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് തങ്ങളോട് പറഞ്ഞു, നബിയെ, മദീനയിലുള്ള എല്ലാ അൻസാരി പെണ്ണുങ്ങളും ആണുങ്ങളും തങ്ങൾക്ക് ഓരോ ഹദിയകൾ സമർപ്പിക്കുന്നുവല്ലോ, അവപ്പെട്ട ഈ ഉമ്മു സലീമിന് തങ്ങൾക്ക് ഹദിയായിട്ട് തരാൻ ഒന്നുമില്ല നബിയെ, എന്റെ ഈ പൊന്നുമോൻ അനസല്ലാതെ, അതുകൊണ്ട് ഫഖുദുഹു, എന്റെ ഈ പൊന്നുമോനെ തങ്ങൾ സ്വീകരിക്കണം, തങ്ങൾക്ക് വേണ്ട ഹിദ്മകളെല്ലാം എന്റെ പൊന്നുമോൻ ചെയ്തുകൊള്ളും. അങ്ങനെ ഫഖദംതുഹു 10 സിനീൻ, ഞാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വർഷം ഖിദ്മ ചെയ്തു. മഹാൻ പറയാണ്, ഫമാ ളറബനി വലാ സബ്ബനി വലാ അബസ ഫീ വജ്ഹി, ആ 10 വർഷത്തെ കാലയളവിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല, എന്നെ ഒരിക്കൽ പോലും ചീത്ത പറഞ്ഞിട്ടില്ല, എന്റെ നേരെ ഒന്നും മുഖം ചുളിക്കുക പോലും ചെയ്തിട്ടില്ല അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി അനസ് തങ്ങൾക്ക് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ അക്സിർ മാലഹു വബലദഹു, അല്ലാഹ് അനസിന്റെ സമ്പത്തിലും അനസിന്റെ മക്കളിലും നീ വർധനവ് കൊടുക്കണം റഹ്മാനെ. മഹാൻ പറയാണ്, ഫവല്ലാഹി ഇന്ന മാലി ലകസീർ, എനിക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. ബസ്റയിൽ എല്ലാവരെയും ഈത്തപ്പഴത്തോട്ടും മുന്തിരിത്തോട്ടവും വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഫലം കായ്ക്കുന്നതെങ്കിൽ എന്റെ മുന്തിരിത്തോട്ടം വർഷത്തിൽ 2 തവണ ഫലം കായ്ക്കാറുണ്ട്. മാത്രവുമല്ല, എന്റെ മക്കളുടെയും മക്കളുടെയും എണ്ണം നോക്കുകയാണെങ്കിൽ 100-ലേറെ വരുന്നുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആഇന്റെ ബറക്കത്താണ്. ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുന്നാനി തങ്ങൾ പറയുന്നു, ഖാല അബൂ ഹുറൈറ മാ റഅയ്തു അഹദൻ അശ്ബഹ ബിസ്വലാത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സ്വലാത്തി ഇബ്നു ഉമ്മി സുലൈം, ഉമ്മു സുലൈമിന്റെ മകനായ അനസ് തങ്ങളെ പോലെ മുത്തുനബിയുടെ നിസ്കാരത്തോട് സാദൃശ്യപ്പെടുന്ന ഒരാളെയും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ വർദാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അനസ് തങ്ങളുടെ തലയിൽ ഒരു കറുത്ത തലപ്പാവുണ്ടായിരുന്നു, ആ തലപ്പാവിന്റെ വാല് പിന്നിലേക്ക് മഹാനവറുകൾ താഴ്ത്തിയിട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അൽ മുസന്നബ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമീഅതു അനസൻ യഖൂലു, അനസ് തങ്ങൾ പറയുകയാണ്, മാ മിൻ ലൈലത്തിൻ ഇല്ലാ വ അന അറാ ഫീഹാ ഹബീബി, എന്റെ ജീവിതത്തിൽ ഒരു രാത്രിയും എനിക്ക് കഴിഞ്ഞു പോയിട്ടില്ല, ആ രാത്രി എന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ. എന്റെ ജീവിതത്തിൽ എല്ലാ രാത്രിയും ഞാൻ ഉറക്കിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടിട്ടുണ്ട്. സുമ്മ യബ്കി, പിന്നെ മഹാനവറുകൾ കരയുകയാണ്. അനസ് തങ്ങളെ തൊട്ട് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ 2286 ഹദീസാണ്. അതിൽ ബുഖാരിയും മുസ്ലിമും 180 ഹദീസുകളിൽ ഇത്തിഫാഖായിട്ടുണ്ട്.
ബുഖാരിയിൽ മുസ്ലിമിലില്ലാത്ത 80 ഹദീസുകളുണ്ട്. മുസ്ലിമിൽ ബുഖാരിയിലില്ലാത്ത 90 ഹദീസുകൾ മഹാനായ അനസ് തങ്ങളെ തൊട്ടുണ്ട്. ഇതെല്ലാം വളരെ വിശദമായി സിയർ അഅ്ലാമിൻ നുബല 3-ാം വാള്യം 396-ാമത്തെ പേജ് നമുക്ക് കാണാൻ കഴിയും. 4-ാമത്തെ പരമ്പര ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഖല്ലാദ് ഇബ്നു യഹ്യ എന്നവരെ തൊട്ട്. ഖല്ലാദ് ഇബ്നു യഹ്യ ഇബ്നു സഫ്വാൻ അബൂ ഈസ അൽ കൂഫി ഹിജ്റ 213 വഫാത്തായ കൂഫയിലെ പ്രശസ്തനായ ഹദീസ് പണ്ഡിതൻ. മഹാനെ തൊട്ട് സ്വഹീഹുൽ ബുഖാരിയിൽ ആകെ 4 ഹദീസുകളാണ് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മഹാനവറുകൾ ഈസ ഇബ്നു തുഹ്മാൻ അൽ ബസരിയെ തൊട്ട്. ഈസ ഇബ്നു തുഹ്മാൻ എന്നവർ ബസറയിലെ ഹദീസ് പണ്ഡിതനാണ്. മഹാനവറുകൾ അനസ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഈ സ്വഹാബിമാരെ തൊട്ടെല്ലാം ഹദീസ് കേട്ട മഹാനാണ്. ഇവരിലൂടെ വളരെ കുറച്ച് ഹദീസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. തഹദീബിൽ കാണാം കാന ഖലീലൽ ഹദീസ്, ഹദീസ് വളരെ കുറഞ്ഞയാളാണ് ഈസ ഇബ്നു തുഹ്മാൻ. അവർ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് എന്നവരെ തൊട്ട്. ഇതാണ് 4-ാമത്തെ പരമ്പര. ഇനി 5-ാമത്തെ പരമ്പര ഇസാം ഇബ്നു ഖാലിദ്, അവർ ഖുറൈസ് ബിൻ ഉസ്മാൻ, അവർ സ്വഹാബിയായ അബ്ദുല്ലാഹ് ബിൻ ബുസ്ർ എന്നവരെ തൊട്ട്. ഇസാം ഇബ്നു ഖാലിദ് ദിമിഷ്കി മഹാനവറുകൾ ഹിജ്റ 258-ൽ വഫാത്തായ മഹാനവറുകൾ ദിമിഷ്കുകാരനാണ്. ഫലസ്തീനിലെ ഗസയിലാണ്. റമദാൻ മാസമാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. മഹാനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ തഹ്ദീബിൽ പറയുന്നു, സദൂഖുൻ റുബ്ബമാ യുഖ്തിഉ, ആള് വിശ്വസ്തനാണ്, സ്വീകാര്യനാണ്, പക്ഷേ ചിലപ്പോഴെല്ലാം പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ചിലപ്പോഴെല്ലാം പിഴവുകൾ സംഭവിച്ചു എന്നത് അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകരിക്കുന്നതിൽ പ്രശ്നമല്ല. കാരണം ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുസ്ലിം പറയുന്നു, മൻ ഉസിഫ ബികൗനിഹി സദൂഖൻ ഔ സ്വാലിഹൻ ഔ നഹവ ദാലിക ഫഹുവ മിമ്മൻ യുഖ്ബൽ ഹദീസുഹു വയുഹ്തജു ബിഹി വഇൻ കാന യുഖ്തിഉ ഖലീല. ഒരാളെ പറ്റിയിട്ട് സദൂഖാണ്, സ്വാലിഹാണ്, അങ്ങനെയുള്ള സിഫത്തുകൾ പറയപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകരിക്കും. വഇൻ കാന യുഖ്തിഉ ഖലീല, ചിലപ്പോഴെല്ലാം പിഴവുകൾ സംഭവിച്ചാലും. വൈദാ സമഅതുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ, ബാങ്ക് വിളിക്കുമ്പോ ബാങ്ക് വിളിക്കുന്ന ആള് പറയുമ്പോൾ നിങ്ങൾ പറയണമെന്ന് ഹദീസ് ഉണ്ടല്ലോ. ആ ഹദീസ് ഇവരെ തൊട്ട് നസായിയും തുർമുദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഹദീസിൽ സ്വഹാബി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. യഥാർത്ഥത്തിൽ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെയുള്ള ചില പിഴവുകൾ മഹാനവറുകൾക്ക് വന്നിട്ടുണ്ട്. അവർ ഖുറൈസ് ബിൻ ഉസ്മാൻ അൽ ഹിംസിയെ തൊട്ട്. ഖുറൈസ് ബിൻ ഉസ്മാൻ പ്രത്യേകം പറയണം, അവർ സിറിയയിലെ ഹിംസുകാരനാണ്. ഹിജ്റ 163-ൽ മരണപ്പെട്ടയാളാണ്. വഫാത്തായി എന്ന് പറയാതെ മരണപ്പെട്ടത് എന്ന് പറയാനുള്ള കാരണം മഹാനവറുകളെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, സദൂഖുൻ ഇല്ലാ അന്നഹു മശ്ഹൂറുൻ ബിൻ നസ്ബി, ആള് വിശ്വസ്തനാണ്, സ്വീകാരനാണ്, ഹദീസുകൾ സ്വീകരിക്കാൻ പ്രശ്നമില്ല. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വിമർശനപരമായ നിലപാട് സ്വീകരിച്ചയാളായിരുന്നു. ഇബ്നു ഹിബ്ബാൻ തങ്ങൾ പറയുന്നു, കാന യന്തഖിസു അലിയൻ വയനാലു മിൻഹു, അലിയാരെ ചെറുതാക്കിയിട്ടുണ്ട്, അലിയാരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. വമഅ ദാലിക കാന സദൂഖൻ ഫിൽ റിവായ, അതോടൊപ്പം ഹദീസിന്റെ റിവായത്തിൽ ആള് വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ഇവരെ കുറിച്ച് ഉലമാ പറഞ്ഞതിന്റെ ആകത്തുക ഹദീസ് എടുക്കാം, അലിയാരുമായി ബന്ധപ്പെടാത്ത എല്ലാ ഹദീസും സ്വീകരിക്കാം, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെല്ലാം തൊട്ടിലേക്ക് വലിച്ചെറിയാം. അവർ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ബുസ്ർ അൽ മാസിനി അസ്സഹാബി അൽ ജലീൽ, മഹാനായ സ്വഹാബിയെ തൊട്ട്. മഹാനവറുകൾ ഹിജ്റ 96-ൽ വഫാത്തായ മഹാനാണ്. ഷാമിൽ വെച്ച് അവസാനമായി വഫാത്തായ സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ബുസ്ർ അൽ മാസിനി റളിയല്ലാഹു അൻഹു. വളരെ കുറഞ്ഞ ഹദീസുകൾ മാത്രം, ഏകദേശം 20ഓളം ഹദീസുകൾ മാത്രമാണ് മഹാനെ തൊട്ട് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട സുഫ്വാൻ ബിൻ ഉമർ പറയാണ്, റഅയ്തു ഫീ ജബഹത്തി അബ്ദുല്ലാഹ് ഇബ്നു ബുസ്ർ അസറ സുജൂദ്, മഹാനവറുകളുടെ നെറ്റിയിൽ നിസ്കാരത്താമ്പ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഈ 5 പരമ്പരകളാണ് ബുഖാരിയുടെ സുലാസിയാത്ത്.
ഇനി നമുക്ക് ഹദീസുകൾ സമയമുണ്ടെങ്കിൽ നമുക്കെല്ലാം ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ഹദീസ്, മൻ യഖുൽ അലയ്യ മാ ലം അഖുൽ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ. ബുഖാരിയിലെ സുലാസിയാത്തിൽ ഒന്നാമതായി വരുന്ന ഹദീസാണ് ഈ ഹദീസ്. മൻ യഖുൽ അലയ്യ മാ ലം അഖുൽ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ. ബഹുമാനപ്പെട്ട സലമത്ത് റളിയല്ലാഹു അൻഹു അവരെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. എന്റെ പേരിൽ ഞാൻ പറയാത്തത് ആരെങ്കിലും പറഞ്ഞാൽ, എന്റെ പേരിൽ ഇല്ലാത്ത എന്തെങ്കിലും കെട്ടിച്ചമച്ചാൽ, അവൻ അവന്റെ ഇരിപ്പിടം നരകത്തിൽ തയ്യാർ ചെയ്തു കൊള്ളട്ടെ. ഇതേ മാനയിൽ ബുഖാരിയിൽ തന്നെ വേറെ ഹദീസുണ്ട്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ. ഈ ഹദീസ് മുസ്ലിമിലുമുണ്ട്. ആ ഹദീസിനെ ശറഹ് ചെയ്തുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിം പറയുന്നു, വഹാദൽ ഹദീസു മിൻ ഉസൂലിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ഉസൂലിൽ പെട്ടതാണ് ഈ ഹദീസ്. ഈ ഹദീസ് ബഹുവ മിനൽ അഹാദീസിൽ മഷ്ഹൂറത്തുൽ മുതവാത്തിറ. മുതവാത്തിറായ ഹദീസാണ്, മഷ്ഹൂറായ ഹദീസാണ്. വഫീഹി അന്നൽ കിദ്ബ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ കബാഇരി ബിഇജ്മാഇൽ മുസ്ലിമീൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ കള്ളം പറയുന്നത് കബീറത്താണ് എന്നതിൽ മുസ്ലിം ലോകത്തെ ഇജ്മാഉണ്ട്. ആ ഇജ്മാഇന്റെ ആധാരം ഈ ഹദീസാണ്. ഫത്ഹുൽ ബാരി പറയുന്നു, അൽ കിദ്ബു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദു മിനൽ കിദ്ബി അലാ വലിഹി. റസൂലുള്ളാഹിന്റെ മേൽ കള്ളം പറയുന്നത് മറ്റുള്ള ആളുകളുടെ മേൽ കള്ളം പറയുന്ന പോലെയല്ല, അത് വളരെ മോശമാണ്. കാരണം മറ്റുള്ളവരെ മേൽ കള്ളം പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന നാശം ദുന്യവിയായ നാശമാണ്, ദുന്യവിയായ മഫ്സദത്താണ്. എന്നാൽ റസൂലുള്ളാഹിന്റെ മേൽ കള്ളം പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാവുക തഗ്യീറു ശരീഅ, പരിശുദ്ധ ദീനിനെയാണ് അവൻ പരിക്കേൽപ്പിക്കുന്നത്. ഇബ്നു ഹിബ്ബാൻ തങ്ങൾ പറയുന്നു, വലാ യഹില്ലു ലി അഹദി അൻ യർവിയ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസൻ ഇല്ലാ ബഅദ ഇൽമി ബിസിഹതിഹി. ഒരു ഹദീസ് കിട്ടിയാൽ ആ ഹദീസ് സ്വഹീഹാണെന്ന് ഉറപ്പായിട്ടല്ലാതെ മുത്തുനബിയെ തൊട്ട് റിവായത്ത് ചെയ്യൽ അനുവദനീയമല്ല, ഹലാലല്ല. അൽ ഖത്തീബുൽ ബഗ്ദാദി അവരെ കിഫായിൽ പറയുന്നു, ഇത് ഹലാലാണ് എന്ന വിശ്വാസത്തോടെ ആരെങ്കിലും ചെയ്താൽ അവൻ ദീനിൽ നിന്ന് പുറത്താണ്, കാഫിറാണ്. അല്ല എങ്കിൽ അത് കബീറത്താണ്. എപ്പോഴാണ് ഈ മൗദൂആയ ഹദീസുകൾ കൂടുതലായി പ്രചാരത്തിലേക്ക് വരുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന് ശേഷം രാഷ്ട്രീയപരമായി ഒരുപാട് ഫിത്നകൾ ഉണ്ടായല്ലോ, ആ സമയത്താണ് ബിദ്അത്തുകാരായ ആളുകൾ ഖവാരിജികളെ പോലെ ഷിയാക്കളെ പോലെ അവരുടെ പേച്ഛ നിലപാടുകൾക്ക് പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് മൗദൂആയ ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സൂഫിയാക്കളെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാനെന്നും പറഞ്ഞ് തർഹീബിനും തർഗീബിനും വേണ്ടി കള്ള ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി ഹാസ്യരൂപത്തിൽ തമാശയ്ക്ക് വേണ്ടി കള്ള ഹദീസുകൾ ഉണ്ടാക്കിയ ആളുകളെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പൈസ ഉണ്ടാക്കാൻ വേണ്ടി, സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടിയിട്ട് വ്യാജ ഹദീസുകൾ ഉണ്ടാക്കിയ ആളുകളുണ്ട്. ഹദീസിലെ ഈ കള്ളനാണയങ്ങളെ മുഹദ്ദിസുകൾ എങ്ങനെയാണ് നേരിട്ടത്? ഹദീസിന്റെ ഇസ്നാദ് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ റിജാലുൽ ഹദീസ്, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവികളെ കുറിച്ചുള്ള ജീവചരിത്രം കൃത്യമായി എഴുതി വെച്ചുകൊണ്ടും സ്വഹീഹായ ഹദീസുകൾ മാത്രം പറയുന്ന ഗ്രന്ഥങ്ങളെ രചിച്ചുകൊണ്ടുമൊക്കെയാണ് മുഹദ്ദിസീങ്ങൾ ഹദീസിലെ ഈ കള്ളനാണയങ്ങളെ നേരിട്ടത്. മൗദൂആയ ഹദീസുകളെ കുറിച്ച് മാത്രം പറയാൻ ഗ്രന്ഥങ്ങളുണ്ട്. ഇബ്നു ജൗസിയുടെ അൽ മൗദൂആത്ത്, ഇമാം സഖാവിയുടെ അൽ മഖാസിദുൽ ഹസന, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയുടെ അൽ ലാഇൽ മസ്നൂഅ അതിന് ഉദാഹരണങ്ങളാണ്. രണ്ടാമത്തെ ഹദീസ്, സുലാസിയാത്തിലെ രണ്ടാമത്തെ ഹദീസ്, ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ അക്വഅ തന്നോട് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്, കാന ജിദാറുൽ മസ്ജിദി ഇൻദൽ മിൻബരി മാ കാദതി ഷാതു തജൂസുഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയുടെ ചുമര് മിമ്പറിന്റെ അരികിലായിരുന്നു, മിമ്പറിന്റെ അടുത്തായിരുന്നു. മാ കാദതി ഷാതു തജൂസുഹാ, ഒരു ചെറിയ ആടിന് കഷ്ടിച്ച് കടന്നു പോകാവുന്ന സ്പേസ് മാത്രമേ ആ ചുമരിനും മിമ്പറിനും ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ. മുത്തനബിയുടെ പള്ളിയുടെ മിഹ്റാബ് റസൂലുള്ളാഹിന്റെ കാലത്ത് വളരെ ചെറുതായിരുന്നു. ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്താണ് ഒന്നും കൂടെ വിശാലമാക്കുന്നത്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു
ശറഹ് മുസ്ലിം പറയുന്നു വഫീഹി ദലീലുൻ അലാ അന്നൽ ഖദറൽ യസീറ യക്ഫി ഫി സുദ്റതി വഅന്നൽ മഖ്സൂദ മൻഉൽ മുറൂർ. നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ ഒരു സുദ്റത്ത്, ഒരു മറവക്കൽ ശക്തമായ സുന്നത്താണല്ലോ, അതിന് ഈ ഹദീസ് തെളിവുണ്ട്. മാത്രമല്ല യസീറായ ഖദർ, ആളുകൾക്ക് നടന്നു പോകാൻ സാധിക്കാത്ത ഒരു ചെറിയ സ്പേസ്, അത് സുദ്റത്തായിട്ട് പരിഗണിക്കാം എന്നതിനും ഈ ഹദീസിൽ തെളിവുണ്ട്. മഹാന്മാരാകുന്ന സ്വഹാബത്ത് ഒരു കാര്യത്തെ വളരെ സൂക്ഷ്മമായി വളരെ കൃത്യമായി പറയാനുള്ള അവരുടെ കഴിവാണ് ഈ ഹദീസിലൂടെ നമുക്ക് പ്രകടമാകുന്നത്. മൂന്നാമത്തെ ഹദീസ് ബഹുമാനപ്പെട്ട സലമത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെ. മഹാനായ യസീദ് ഇബ്നു അബീ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു ആതി മഅ സലമത്ത് റളിയല്ലാഹു അൻഹു, ഞാൻ സലമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വരികയായിരുന്നു. സലമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞാൻ വരികയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രണ്ടുപേരും ഒരുമിച്ച് പള്ളിയിലേക്ക് പോവുകയായിരുന്നു, അല്ലെങ്കിൽ ഒരാൾ പള്ളിയിലേക്ക് പോകുമ്പോൾ മറ്റേയാളെ കൂടെ കൂട്ടിയതാണ്, അതുമല്ലെങ്കിൽ രണ്ടുപേരും പള്ളിയിൽ ഒരുമിച്ച് കൂടിയതാണ്. എന്നിട്ട് മഹാൻ പറയാണ് ബഹുമാനപ്പെട്ട സലമത്ത് റളിയല്ലാഹു അൻഹു പള്ളിയിലെ മുസ്ഹഫിന്റെ അടുക്കലുള്ള, മുസ്ഹഫിന്റെ അരികിലുള്ള ഉസ്തുവാന, തൂണിന്റെ അരികിൽ വെച്ച് നിസ്കരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, യാ അബാ മുസ്ലിം അറാക തതഹറ സ്വലാത ഇൻദ ഹാദിഹിൽ ഉസ്തുവാന, ഈ തൂണിന്റെ അരികിൽ നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നതായി കാണുന്നുവല്ലോ, എന്താണത്? മഹാൻ പറഞ്ഞു, ലഇന്നി റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറ സ്വലാത ഇൻദഹാ, ഈ തൂണിന്റെ അടുക്കൽ പ്രത്യേകമായി നിസ്കരിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശ്രദ്ധിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഹദീസിലൂടെ ലഭിക്കുന്ന പാഠം നേരത്തെ കഴിഞ്ഞ ഹദീസിനെ പോലെ തന്നെ നിസ്കരിക്കുന്ന ആളെ മുമ്പിൽ ഒരു സുദ്റത്ത് വെക്കൽ ശക്തമായ സുന്നത്താണ് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞല്ലോ മുസ്ഹഫിന്റെ അടുക്കലുള്ള ഉസ്തുവാന, മുസ്ഹഫിന്റെ അടുക്കലുള്ള ഉസ്തുവാന എന്ന് പറഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുസ്ഹഫ് ഖുർആൻ ഒരുമിച്ച് കൂട്ടിയല്ലോ. ആ ഒരുമിച്ച് കൂട്ടപ്പെട്ട മുസ്ഹഫിന്റെ കോപ്പി സൂക്ഷിക്കാൻ വേണ്ടി തയ്യാറാക്കിയ സുന്ദൂക്ക്, പെട്ടി അല്ലെങ്കിൽ അലമാര, അത് സ്ഥാപിച്ച തൂണ് അല്ലെങ്കിൽ ആ സുന്ദൂക്കിന്റെ അരികിലുള്ള തൂണ്, അതാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിനെ ഇക്റാം ചെയ്യണം, ആദരിക്കണം. സുരക്ഷിതമായ, വൃത്തിയുള്ള, ശുദ്ധിയുള്ള, ഉയർന്ന സ്ഥലത്താണ് മുസ്ഹഫിനെ വെക്കേണ്ടത് എന്നത് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥലത്തെ പ്രത്യേകം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഫത്ഹുൽ ബാരിയിൽ കാണാം, വസ്റബ് ഫീ ദാലിക മാ വറദ അന്നഹു കാന മൗദിഅ ഇത്തികാഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ കൂടുതലായി ഇത്തികാഫിന്റെ സ്ഥലമായിരിക്കാം അത്, അല്ലെങ്കിൽ വഹി ഇറങ്ങുന്ന സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ തങ്ങൾ അവിടെ ധാരാളമായി നിസ്കരിച്ചിരിക്കാം, അതുകൊണ്ട് ആ സ്ഥലത്തിന് ബഹുമാനം കൂടിയതായിരിക്കും. ഉംദത്തുൽ ഖാരിയിൽ കാണാം, ലിഅന്നഹ കാനത്ത് ഉസ്തുവാനത തൗബ, അത് തൗബയുടെ തൂണായിരുന്നു എന്ന് പറഞ്ഞാൽ മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളുടെ രഹസ്യം ശത്രുക്കൾക്ക് ചോർത്തി കൊടുത്തു എന്ന തെറ്റ് ചെയ്തതിന്റെ പേരിൽ തൗബ ചെയ്യാൻ വേണ്ടി അബൂ ലുബാബ തങ്ങൾ ആ തൂണിൽ ബന്ധിപ്പിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആ തൂണിന് ബഹുമാനം കൂടിയതാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, വഫീഹി ഇസ്തിഹ്ബാബു സ്വലാത്തി ഇൻദൽ അസാതീൻ ഫിൽ മസാജിദി, ഈ ഹദീസിലൂടെ പള്ളികളിലെ തൂണുകൾക്ക് ചാരെ നിസ്കരിക്കൽ സുന്നത്താണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. വലാസിയമ ഇൻദൽ ഉസ്തുവാനത്തില്ലത്തി കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറഹ, പ്രത്യേകിച്ച് തങ്ങൾ നിസ്കരിച്ച ആ തൂണില്ലേ, ആ തൂണിന്റെ അടുത്ത് വെച്ച് തങ്ങളെ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നാലാമത്തെ ഹദീസ്, സലമത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ നുസല്ലി മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഗ്രിബ ഇദാ തവാറത് ബിൽ ഹിജാബി. കുന്നാ നുസല്ലി മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മുത്തുനബിയോടൊപ്പം നിസ്കരിക്കുമായിരുന്നു. അൽ മഗ്രിബ, മഗ്രിബ് എപ്പോ? ഇദാ തവാറത് ബിൽ ഹിജാബി,
സൂര്യൻ അസ്തമിച്ചാൽ ഉടനെ തന്നെ ഞങ്ങൾ മുത്തുനബിയോടൊപ്പം മഗ്രിബ് നിസ്കരിക്കാറുണ്ടായിരുന്നു. സൂര്യൻ പൂർണ്ണമായും അസ്തമിക്കലോടെയാണ് മഗ്രിബിന്റെ സമയം പ്രവേശിക്കുന്നത് എന്ന് ഈ ഹദീസിലൂടെ മനസ്സിലാകുന്നു. മാത്രമല്ല ഫത്ഹുൽ ബാരി പറയുന്നു വഫീഹി അൽ മുബാദറതു ബിസ്വലാത്തിൽ മഗ്രിബി അവ്വല വഖ്തിഹാ. മുത്തുനബിയും സഹാബത്തും മഗ്രിബ് നിസ്കാരത്തെ കൂടുതൽ താമസിപ്പിക്കാതെ വേഗത്തിൽ നിർവഹിച്ചിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് മഗ്രിബിൽ സുന്നത്ത് അങ്ങനെയാണ്, താമസിപ്പിക്കാൻ പാടില്ല, അതാണ് സുന്നത്ത് എന്ന് മനസ്സിലാകുന്നു. വഫീ ഹാദൽ ഹദീസി ദലീലുൻ ലിമദ്ഹബി ശാഫിഈ വൽ ജംഹൂരി. ഈ ഹദീസിൽ ശാഫിഈ മദ്ഹബിനും ജംഹൂറിനും ഒരു തെളിവുണ്ട്. എന്താണത്? അന്ന അവ്വല വഖ്തൽ മഗ്രിബി ഇദാ ഗറബതി ശംസു. മഗ്രിബിന്റെ സമയം സൂര്യൻ അസ്തമിച്ചാൽ പ്രവേശിക്കും, അതല്ലാതെ മറ്റേതെങ്കിലും പ്രകാശം നീങ്ങാൻ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല എന്ന ശാഫിഈ മദ്ഹബിന്റെയും ജംഹൂറിന്റെയും വീക്ഷണത്തിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ഇനി അഞ്ചാമത്തെ ഹദീസ് സലമത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു അമറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ മിൻ അസ്ലം അൻ അദ്ദിൻ ഫിന്നാസ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു റജുലൻ മിൻ അസ്ലം, അസ്ലം ഗോത്രത്തിലെ ഒരു മനുഷ്യനോട്, ഒരു സ്വഹാബിയോട് മുത്തുനബി കൽപ്പിച്ചു അൻ അദ്ദിൻ ഫിന്നാസ്, ജനങ്ങൾക്ക് ഉത്തരവ് കൊടുക്കണം, ജനങ്ങൾക്ക് വിളംബരം ചെയ്യണം. എന്ത്? അന്ന മൻ കാന അകല ഫൽയസും ബഖിയത യൗമിഹി. ഇന്നത്തെ ദിവസം ആരെങ്കിലും ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ ശേഷിക്കുന്ന സമയം മഗ്രിബ് വരെ ഒന്നും കഴിക്കാതെ ഒന്നും കുടിക്കാതെ ഉപവാസം പ്രാപിക്കണം, ഇംസാക്ക് ചെയ്യണം. അമല്ലം യകുൻ അകല ഫൽയസും, കഴിക്കാത്തവരാണെങ്കിൽ, ഒന്നും കഴിക്കാത്തവരാണെങ്കിൽ നോമ്പെടുത്തുകൊള്ളണം. ഫൈനൽ യൗമ യൗമു ആശുറാ. ഇന്ന് ആശുറ ദിവസമാണ്. മുഹറം 10 ആശുറ നോമ്പിനെ കുറിച്ചാണ് ഈ ഹദീസിൽ പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു യഹൂദികളായ ആളുകൾ ഒരു ആശുറ 10 നോമ്പെടുത്ത വിവരം തങ്ങൾ അറിഞ്ഞു. തങ്ങൾ ചോദിച്ചു, നിങ്ങൾ നോമ്പെടുക്കാനുള്ള കാരണം എന്താണ്? അവര് പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ ദിവസമാണ്. തങ്ങൾ പറഞ്ഞു, അന ഔല ബിമൂസാ മിൻകും, മൂസാ നബിയോട് നിങ്ങളെക്കാൾ കൂടുതൽ ബന്ധം എനിക്കാണ്. അതുകൊണ്ട് തങ്ങൾ നോമ്പെടുക്കാൻ തീരുമാനിച്ചു. സ്വഹാബത്തിനോട് നോമ്പെടുക്കാൻ മുത്തുനബി കൽപ്പിച്ചു. എന്നാൽ ഭക്ഷണം കഴിച്ചു പോയ ആളുകൾ ഇംസാക്ക് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? ആശൂറ നോമ്പ് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നിർബന്ധമായിരുന്നു. പിന്നീട് റമദാൻ നോമ്പ് ഫർളായതോടുകൂടെ ആ ഹുക്മ് നസ്ഖ് ചെയ്യപ്പെടുകയായിരുന്നു. പിന്നെ സുന്നത്ത് മുഅക്കദായി മാറുകയായിരുന്നു. ഇനി ആറാമത്തെ ഹദീസ് മഹാനായ സലമത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്ന ജുലൂസൻ ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ മുത്തുനബിന്റെ കൂടെ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇദ് ഉതിയ ബി ജനാസ. ആ സമയത്ത് ഒരു ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ഫഖാലു, സ്വഹാബത്ത് പറഞ്ഞു, സല്ലി അലൈഹാ, നബിയെ മയ്യിത്ത് നിസ്കരിക്കൂ. ഫഖാല, തങ്ങൾ പറഞ്ഞു, ഹൽ അലൈഹി ദൈനുൻ, വല്ല കടവും കൊടുക്കാണ്ടോ? ഫഖാലു, സ്വഹാബത്ത് പറഞ്ഞു, ലാ, ഇല്ല നബിയെ. ഖാല ഫഹൽ അറക ശൈഅൻ, വല്ലതും ഒഴിവാക്കിയുണ്ടോ, വല്ല സ്വത്തും ബാക്കിയുണ്ടോ? ഖാലു, സ്വഹാബത്ത് പറഞ്ഞു, ലാ. ഫസല്ല അലൈഹി, അപ്പോൾ തങ്ങൾ നിസ്കരിച്ചു. സുമ്മ ഉത്തിയ ബി ജനാസ, പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ അതാ വരുന്നു അടുത്ത ജനാസ. ഫഖാലു, സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലി അലൈഹാ, മയ്യിത്ത് നബിയെ നിസ്കരിക്കൂ. ഖാല ഹൽ അലൈഹി ദൈനുൻ, വല്ല കടവുണ്ടോ? ഖീല, പറയപ്പെട്ടു, നഅം, അതെ. ഖാല, തങ്ങൾ പറഞ്ഞു, ഹൽ തറക ശൈഅൻ, വല്ലതും കൊടുക്കാണ്ടോ, വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? ഖാലു, സ്വഹാബത്ത് പറഞ്ഞു, സലാസ ദനാനീർ, 3 ദിനാറുടെ നബിയെ. ഫസല്ല അലൈഹാ, തങ്ങൾ നിസ്കരിച്ചു. കാരണം കടമുണ്ടെങ്കിലും ആ കടം കൊടുത്തു വിട്ടാൽ ബാക്കി വെച്ചിട്ടല്ലോ. സുമ്മ ഉത്തിയ ബി സാലിസ, പിന്നെ 3ാമത്തെ ജനാസ കൊണ്ടുവരപ്പെട്ടു. ഫഖാലു, സ്വഹാബത്ത് പറഞ്ഞു, സല്ലി അലൈഹാ, നബിയെ നിസ്കരിക്കൂ നബിയെ. ഖാല, തങ്ങൾ പറഞ്ഞു, ഹൽ തറക ശൈഅ, വല്ലതും ബാക്കിയുണ്ടോ? ഖാലു ലാ, ഒന്നും ബാക്കിയില്ല.
അല്ലത് കൊടുക്കാനുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു സലാസ ദനാനീർ, 3 ദിനാറിന്റെ നബിയെ. അല തങ്ങൾ പറഞ്ഞു സല്ലു അലാ സ്വഹിബിക്കും, നിങ്ങളെ കൂട്ടുകാരനെ നിങ്ങൾ നിസ്കരിച്ചോളി, ഞാൻ നിസ്കരിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിക്കാത്ത മയ്യത്തിന് പിന്നെ സ്വഹാബത്ത് നിസ്കരിക്കോ? അബൂ ഖതാദ, മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു സല്ലി അലൈഹി യാ റസൂലല്ലാഹ്, നബിയെ നിസ്കരിക്കു നബിയെ, വ അലയ്യ ദൈനു, ആ കടം ഞാൻ കൊടുത്തു വീട്ടിക്കോളാം. ഫസല്ല അലൈഹി, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചു. ഇതാണ് ഹദീസ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരി പറയുന്നു വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതുറുകു സ്വലാത്ത അലാ മൻ അലൈഹി ദൈനുൻ ലിശനഅതി ദാലിക, കടക്കാരായി മരണപ്പെട്ട ആളുകളുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കാൻ തങ്ങൾ തയ്യാറായിരുന്നില്ല. കാരണം കടത്തിന്റെ ഗൗരവം കാണിക്കാൻ വേണ്ടിയാണ്. എന്നാൽ മാത്രമേ സ്വഹാബത്ത് കടങ്ങളൊക്കെ കൊടുത്തു വീട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അത്യാവശ്യത്തിനല്ലാതെ കടം വാങ്ങുന്ന രീതി ജനങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയാണ് തങ്ങൾ ഇപ്രകാരം ചെയ്തത്. ഖസ്തല്ലാനി പറയുന്നു തർക്കുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് അലൈഹി ലിഅല്ലാ യത്തഖില നാസു, ജനങ്ങൾ കടത്തെ ലാഘവത്തോടെ കാണാതിരിക്കാൻ വേണ്ടിയാണ്. ഫഇദാ റഅൂ ദാലിക അലിമു അന്ന അംറ ദൈനി ശദീദ്, തങ്ങൾ ഇപ്രകാരം കാണിച്ചപ്പോ സ്വഹാബത്തിന് മനസ്സിലായി കടത്തിന്റെ കാര്യം ബേജാറാണ്. അംദുൽ ഖാരി പറയുന്നു ഇംതിനാഉ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന സ്വലാത്തി അലൈഹി ലം യകുൻ ലിതഹ്രീം സ്വലാത്തി, തങ്ങൾ ഇങ്ങനെ ചെയ്തത് കടക്കാരായി മരിച്ച ആളുകളുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കൽ ഹറാമായിട്ടൊന്നുമല്ല, മറിച്ച് കടം കൊണ്ട് കളിക്കുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അല്ലാഹുമായി ബന്ധപ്പെട്ട ഹക്ക് പോലെയല്ല സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഹക്ക്. അല്ലാഹുമായി ബന്ധപ്പെട്ട ഹക്കിൽ മുസാമഹത്ത്, ഒരു വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടാകും. പക്ഷേ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഹക്കാണെങ്കിൽ അതിൽ മുഷാഹത്താണ്, പിടിച്ചുപറിയാണ്, പിടിച്ചു വാങ്ങലാണ്, അതിൽ വിട്ടുവീഴ്ചയില്ല. ഈ ഹദീസിലൂടെ ലഭിക്കുന്ന ചില ഗുണപാഠങ്ങളുണ്ട്. മഹാന്മാരാകുന്ന സ്വഹാബത്തിന് പരസ്പരം ഉണ്ടായിരുന്ന സ്നേഹം. പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സ്വഹാബത്ത് ഒരു ജനാസ കൊണ്ടുവന്ന് ആ ജനാസയുടെ മേൽ നിസ്കരിച്ചതിന് ശേഷം പള്ളിയിൽ തിരിച്ചു പോകുന്നില്ല. അവര് അടുത്ത ജനാസക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ ജനാസ നിസ്കരിച്ചപ്പോഴോ അടുത്തതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ജനാസ നിസ്കാരങ്ങളിൽ സ്വഹാബത്ത് പങ്കെടുക്കുകയാണ്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ പേരിലുള്ള ഹക്കാണ് മരിച്ചാൽ മയ്യിത്ത് നിസ്കരിക്കലും ദുആ ചെയ്യലും ഒക്കെ. കാരണം അതെല്ലാം മുഅ്മിനീങ്ങൾക്കിടയിലുള്ള സാഹോദര്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളിൽ നിന്നോ ബന്ധങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ആരെങ്കിലും കടക്കാരായി മരിച്ചാൽ നമുക്ക് സാധിക്കുമെങ്കിൽ ആ കടം വീട്ടി അവരെ സഹായിക്കൽ സുന്നത്താണ് എന്നും ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. ഇനി 7ാമത്തെ ഹദീസ്, ബഹുമാനപ്പെട്ട സലമത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു ബായഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم عدلت الى ظل الشجره فلما خف الناس ابن الاكوع الا تبايع. ഈ ഹദീസിന്റെ പശ്ചാത്തലം, ഇത് ബൈഅത്തുൽ റിദ്വാനെ സംബന്ധിച്ചാണ് ഈ ഹദീസ്. ബൈഅത്തുൽ റിദ്വാൻ എന്ന് പറഞ്ഞാൽ ഹിജ്റ 6-ാം വർഷം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ഹുദൈബിയ എന്ന സ്ഥലത്തെത്തിയപ്പോൾ മക്കയിലെ ഖുറൈശികൾ മുത്തനബിയെയും സ്വഹാബത്തിനെയും അവിടെ തടഞ്ഞു വെച്ചു. മക്കയിലെ ഖുറൈശികളുമായി സംസാരിക്കാൻ വേണ്ടി മുത്തനബി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ദൂതനായി മക്കയിലേക്ക് അയച്ചു. അതിനിടയിലാണ് ഒരു വാർത്ത കേൾക്കുന്നത്, ഉസ്മാൻ തങ്ങൾ മക്കയിൽ കൊല്ലപ്പെട്ടു. തങ്ങളുടെ കൊല മാറി. തങ്ങൾ പറഞ്ഞു സ്വഹാബത്തിനോട് എല്ലാവരും മരണത്തിന്റെ മേൽ ബൈഅത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മരണം വരെ ശത്രുക്കളോട് പോരാടുമെന്ന് എല്ലാവരും ബൈഅത്ത് ചെയ്യണം. അതാണ് സംഭവം. മഹാനായ സലമത്ത് റളിയല്ലാഹു അൻഹു പറയാണ് ബായഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തങ്ങളെ ബൈഅത്ത് ചെയ്തു. സുമ്മ അദൽതു ഇലാ ദില്ലി ഷജറ, പിന്നെ ഒരു മരത്തണലിൽ പോയി ഞാൻ ഇങ്ങനെ ഇരുന്നു. ഫലമ്മ ഖഫൻ നാസു, ആളുകൾ കുറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ മുത്തുനബിയെ ബൈഅത്ത് ചെയ്തു സ്വഹാബത്തൊക്കെ പിരിഞ്ഞു പോയപ്പോൾ തങ്ങൾ പറഞ്ഞു ഇബ്നുൽ അക്വ അലാ തുബായു, ഇബ്നു അക്വ നീ ബൈഅത്ത് ചെയ്യുന്നില്ലേ?
ഞാൻ പറഞ്ഞു അത് ബായഅ്തു യാ റസൂലല്ലാഹ്, ഞാൻ ഒരു തവണ ബൈഅത്ത് ചെയ്തു നബിയെ. തങ്ങൾ പറഞ്ഞു അയ്ലൻ, എന്നാൽ വീണ്ടും ചെയ്യൂ. അവൻ രണ്ടാമതും ഞാൻ മുത്തുനബിയെ ബൈഅത്ത് ചെയ്തു. ഫഖുൽതു ലഹു, മഹാനായ യസീദ് ഇബ്നു അബീ ഉബൈദ പറയാണ്, ഞാൻ ചോദിച്ചു, യാ അബാ മുസ്ലിം അലാ അജിശൈൻ കുന്തും തുബായിഊന യൗമൈദിൻ, എന്തിനാണ് ബൈഅത്ത് ചെയ്തിരുന്നത്? മഹാൻ പറഞ്ഞു അലൽ മൗത്ത്, മരണത്തിന്റെ മേലിലാണ്, എന്ന് പറഞ്ഞാൽ മരണം വരെ പോരാടും എന്നാണ് ആ ബൈഅത്ത്. സ്വഹാബത്ത് റസൂലുള്ളാഹിനെ ഒരുപാട് വിഷയങ്ങളിൽ ബൈഅത്ത് ഉണ്ടായിട്ടുണ്ട്. ബൈഅത്തുൽ ഇസ്ലാം, ബൈഅത്തുൽ ഹിജ്റ, ബൈഅത്തുൽ ജിഹാദ്, ബൈഅത്തുൽ നിസാ, അതെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ ഹദീസിലൂടെ ലഭിക്കുന്ന ഒരു മഹത്തായ സന്ദേശം, മഹാന്മാരാകുന്ന സ്വഹാബത്തിന് ഈ ദുന്യവിയായ ജീവിതവും ഇവിടെയുള്ള സുഖസൗകര്യവും ഒക്കെ അതിനൊക്കെ വളരെ വില കുറച്ചായിരുന്നു സ്വഹാബത്ത് കണ്ടിരുന്നത്. കാരണം മരണത്തിന്റെ മേൽ ബൈഅത്ത് ചെയ്യാൻ പറഞ്ഞപ്പോ ആലോചിക്കാതെ, ഒരു സംശയത്തിന് വകയില്ലാതെ എല്ലാവരും മുത്തുനബിയോട് ബൈഅത്ത് ചെയ്യുകയാണ്. മാത്രമല്ല, ഒരു വിഷയത്തിൽ 2 തവണ ബൈഅത്ത് ചെയ്യൽ തഅ്കീദിന് വേണ്ടി അനുവദനീയമാണ് എന്ന ശറഈന്റെ ആ ഹുക്മ്, അതിന് തെളിവ് ഈ ഹദീസിലുണ്ട്. ഇനി 8ാമത്തെ ഹദീസ്, ബഹുമാനപ്പെട്ട സലമത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖറജതു ഇൽ മദീനത്തി ദാഹിബൻ നഹ്വൽ ഗാബ, മഹാനവറുകൾ പറയാണ്, ഞാൻ മദീനയിലേക്ക് പുറപ്പെട്ടു. ദാഹിബൻ നഹ്വൽ ഗാബ, ഞാൻ ഗാബ മലയിടുക്ക് വഴിയാണ് മദീനയിലേക്ക് പുറപ്പെട്ടത്. ഇത് ഒരു പോരാട്ടത്തെ കുറിച്ചുള്ള ഹദീസാണ്. മഹാനായ സലമത്ത് റളിയല്ലാഹു അൻഹു ഒറ്റക്ക് പോരാടിയ ഒരു പോരാട്ടമുണ്ട്, എന്നതിന്റെ പേര്. അതിനെ കുറിച്ചുള്ള ഹദീസാണ്. മഹാൻ പറയാണ്, ഞാൻ മദീനയിലേക്ക് ഗാബ മലയിടുക്ക് വഴി പുറപ്പെട്ടു. ഗാബ എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ വടക്കുഭാഗത്ത് നിലകൊള്ളുന്ന ഒരു വനപ്രദേശമാണ്. സ്വഹാബത്ത് നാൽക്കാലികളൊക്കെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അതുവഴിയാണ് ഞാൻ മദീനയിലേക്ക് പുറപ്പെടുന്നത്. അങ്ങനെ ഗാബ മലച്ചുരത്തിനായി എത്തിയപ്പോ മഹാനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയെ ഞാൻ അവിടെ കണ്ടുമുട്ടി. ഖുൽതു, ഞാൻ പറഞ്ഞു, വൈഹക് മാ ബിക, നിനക്കെന്താണ് സംഭവിച്ചത്? വൈഹക് എന്നത് അറബികൾ ഒരു കരുണയോടെ, ലാളിത്യത്തോടെ, ആശ്ചര്യത്തോടെ ചോദിക്കുന്ന ഒരു പ്രയോഗമാണ്. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഒട്ടകങ്ങളൊക്കെ തട്ടിക്കൊണ്ടുപോയി. ലിഖാഹ് എന്ന് പറഞ്ഞാൽ പാലുള്ള ഒട്ടകങ്ങൾക്കാണ് ലിഖാഹ് എന്ന് പറയാം. മുത്തുനബിയുടെ ഒട്ടകങ്ങളൊക്കെ തട്ടിക്കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു, മൻ അഖദ, ആരാ തട്ടിക്കൊണ്ടുപോയത്? അദ്ദേഹം പറഞ്ഞു, അത്ഫാൻ വഫസാറ, അറബികളിലെ 2 ഗോത്രങ്ങളാണത്. ഫസറഖ്തു സലാസ സുറഖാത്തിൻ അസ്മഅതു മാ ബൈന ലാബതിഹാ, അപ്പോൾ ഞാൻ 3 പ്രാവശ്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ സുബാഹ, യാ സുബാഹ. ഇതൊരു സൈറൻ മുഴക്കലാണ്. അടിയന്തര ഘട്ടത്തിൽ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മുടെ ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വിളിയാണ്, യാ സുബാഹ. അസ്മഅതു മാ ബൈന ലാബതിഹാ, മദീനയുടെ ആ 2 കല്ലുമലകൾക്കിടയിലുള്ള എല്ലാവരും ആ ശബ്ദം കേട്ടു. മദീനയുടെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും 2 കല്ലുമലകളാണ്. കിഴക്ക് ഭാഗത്ത് ഹറത്ത് വാക്യ, പടിഞ്ഞാറ് ഭാഗത്ത് ഹറത്ത് ഖബറ. ആ 2 കല്ലുമലകൾക്കിടയിലുള്ള എല്ലാവരും ആ ശബ്ദം കേട്ടു. പിന്നെ അവരെ പിടികൂടാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു. അവരെ കണ്ടുമുട്ടി. അവര് റസൂലുള്ളാഹിന്റെ ഒട്ടകങ്ങളൊക്കെ പിടിച്ചിരുന്നു. അവരെ ഞാൻ അമ്പറിയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ അക്വയുടെ മകനാണ്. ഇന്ന് കുഞ്ഞുങ്ങൾ പാലെടുക്കുന്ന ദിവസമാണ്. അതായത് ഒരു വെല്ലുവിളിയുടെ, ഒരു ധീരതയുടെ പ്രയോഗമാണ്. അങ്ങനെ അവർ ഒട്ടകങ്ങളെ പാലും വെള്ളവും കുടിക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഒട്ടകങ്ങളെ രക്ഷപ്പെടുത്തി. ആ ഒട്ടകങ്ങളെ കുളിച്ചുകൊണ്ട് ഞാൻ വന്നു. വഴിയിൽ മുത്തുനബിയെ ഞാൻ കണ്ടുമുട്ടി. ശത്രുക്കളെ ആകെ ദാഹിച്ചിരുന്നു. നബിയെ അവരെ കുടിക്കാൻ സമ്മതിക്കാതെ, ഒട്ടകത്തിന്റെ പാലും വെള്ളവും കുടിക്കാൻ സമ്മതിക്കാതെ ഞാൻ വേഗം ഒട്ടകങ്ങളെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തി. നബിയെ
അവർ ഇതിലൂടെയാ പോയത്, നമ്മുടെ ആൾക്കാരെ അങ്ങോട്ട് അയക്കൂ, അവരെ പിടികൂടൂ. തങ്ങൾ പറഞ്ഞു, യബ്നുൽ അക്വ മലക്ത ഫാസ്ജിഹ്, ഇബ്നു അക്വ നീ ഓലെ കീഴ്പ്പെടുത്തി തോൽപ്പിച്ചു, ഒന്ന് അടങ്ങ്, ഫാസ്ജിഹ് ഒന്ന് മൃദുവാകും, സൗമ്യത കാണിക്കും. ഇന്നൽ ഖൗമ യദ്റുമൂന ഫീ ഖൗമി, അവരവരെ പാട്ടിന് പൊക്കോളും, അവരവരെ സമൂഹത്തിലേക്ക് പൊക്കോളും, നീ ഒന്ന് അടങ്ങൂ ഇബ്നു അക്വ, അവരെ വിട്ടേക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിലൂടെ തങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിലുള്ള ധീരത, ഹഖീഖിയായ ശജാഅത്ത്, അത് പോരാട്ടത്തിൽ തോൽപ്പിക്കൽ മാത്രമല്ല, മറിച്ച് തോൽപ്പിച്ച് മുട്ടുകുത്തിക്കാൻ സാധിക്കുമ്പോഴും മാപ്പ് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവലാണ്. പരിശുദ്ധ ഇസ്ലാമിൽ പോരാട്ടങ്ങളൊക്കെ ഉണ്ടായത് ഹാജത്തിന്റെ സമയത്ത് മാത്രമാണ്. ഒലവത്തുണ്ടാകുമ്പോൾ, വിജയം ഉണ്ടാകുമ്പോൾ, മേൽക്കോയ്മുണ്ടാകുമ്പോൾ ഇസ്ലാമിന്റെ സമീപനം അത് മാപ്പ് കൊടുക്കലാണ്. ഇനി 9ാമത്തെ ഹദീസ്, റഅയ്തു അസറ ഖർബത്തിൻ ഫീ സാഖി സലമ, ബഹുമാനപ്പെട്ട യസീദ് ബിൻ അബീ ഉബൈദ പറയാണ്, റഅയ്തു അസറ ഖർബത്തിൻ ഫീ സാഖി സലമ, സലമ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ ഒരു മുറിവിന്റെ പാട് ഞാൻ കണ്ടു. ഫഖുൽതു യാ അബാ മുസ്ലിം മാ ഹാദിഹി ഖർബ, അബൂ മുസ്ലിമേ എന്താണ് ഈ പാട്? ഫഖാല, മഹാൻ പറഞ്ഞു, ഹാദിഹി ഖർബത്തുൻ അസ്വാബത്നി യൗമ ഖൈബർ, ഖൈബറിന്റെ അന്ന് എനിക്കേറ്റ പരിക്കിന്റെ പാടാണ്. ഫഖാല നാസു ഉസീബ സലമ, ആളുകളൊക്കെ പറഞ്ഞു സലമക്ക് പരിക്ക് പറ്റി. ഫഅതൈതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. അപ്പോഴോ ഫനഫസ ഫിയ സലാസ നഫസാത്ത്, മുത്തുനബി എന്റെ മുറിവിൽ 3 പ്രാവശ്യം എനിക്ക് മന്ത്രിച്ച് ഊതി തന്നു. ഫമഷ്തൈകതുഹാ ഹത്ത സഅ, പിന്നെ ഇന്ന് വരെ എനിക്ക് ആ മുറിവ് ഒരു പ്രശ്നമായിട്ടില്ല. ഈ ഹദീസിലൂടെ ബഹുമാനപ്പെട്ട ഇമാം ഖസ്തലാനി പറയുന്നു, വഫീഹി ജവാസു റുഖിയ ബിൻ നഫസി വഅന്നഹാ സുന്നത്തുൻ നബവിയ്യ, ഈ ഹദീസിലൂടെ മന്ത്രിച്ച് ഊതൽ അനുവദനീയമാണ് എന്നും മാത്രമല്ല അത് മുത്തുനബിയുടെ സുന്നത്താണ് എന്ന് മനസ്സിലാകുന്നു. വഫീഹി അത്ഫുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സ്വഹാബിഹി, മുത്തുനബിയാകുന്ന നേതാവ് സ്വഹാബത്താകുന്ന അനുയായികളെ വളരെ സ്നേഹത്തോടെയും വളരെ കരുതലോടെയുമായിരുന്നു നോക്കിയിരുന്നത് എന്നും ഈ ഹദീസിലൂടെ നമുക്ക് വായിക്കാം. നഫ്സ് എന്ന് പറഞ്ഞാലും നഫ്ഖ് എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്. നഫസ എന്ന് പറഞ്ഞാൽ ഉമിനീരോട് കൂടിയുള്ള ഊത്തിനാണ് നഫസ എന്ന് പറയുക. നഫഖ എന്ന് പറഞ്ഞാൽ ഉമിനീരില്ലാത്ത വെറും കാറ്റ്, വെറും കാറ്റായിരിക്കും നഫ്ഖാകുമ്പോൾ. രണ്ടും മുത്തുനബിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. നഫ്സാകുമ്പോൾ ഉമിനീരിന്റെ ബറക്കത്തും കൂടി ആ ഊത്തിൽ പ്രതീക്ഷിക്കാം. 10ാമത്തെ ഹദീസ് അവസാനിപ്പിക്കുകയാണ്. 10ാമത്തെ ഹദീസ് ബഹുമാനപ്പെട്ട സലമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മ അംസു യൗമ ഫതഹു ഖൈബർ ഔഖദു നീറാന, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാമ ഔഖത്തും ഹാദിഹി നീറാൻ, ഖൈബറിന്റെ ദിവസം വൈകുന്നേരമായപ്പോൾ സ്വഹാബത്തൊക്കെ തീ കത്തിച്ചു. തങ്ങൾ ചോദിച്ചു, അലാമ ഔഖത്തും ഹാദിഹി നീറാൻ, എന്തിനു വേണ്ടിയാ നിങ്ങൾ ഈ തീ കത്തിച്ചിരിക്കുന്നത്? ഖാലു, സ്വഹാബത്ത് പറഞ്ഞു, അലാ ലുഹൂമിൽ ഹുമരിൽ ഇൻസിയ, നാട്ടു കൈതകളില്ലേ, ആ കൈതകൾ മാംസം വേവിക്കാൻ വേണ്ടിയാണ്. തങ്ങൾ പറഞ്ഞു, അഹരീഖു മാ ഫീഹാ വക്സിറു ഖുദൂറഹ, ഒഴിച്ചു കളയും, അതിനുള്ളതൊക്കെ ഒഴിവാക്കൂ. വക്സിറു ഖുദൂറഹ, ആ പാത്രങ്ങൾ പൊട്ടിച്ചു കളയും. ഫഖാമ റജുലുൻ മിനൽ ഖൗമി ഫഖാല നുഹരീഖു മാ ഫീഹാ വനഗ്സിലുഹാ, നബിയേ ഞങ്ങള് ആ പാത്രത്തിലുള്ളതൊക്കെ ഒഴിച്ചു കളഞ്ഞിട്ട് ആ പാത്രം കഴുകി ഉപയോഗിച്ചോട്ടെ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔ ദാക, അല്ലെങ്കിൽ അങ്ങനെയും ആകാം. മുസ്ലിമീങ്ങളെ ഇജ്മാഉണ്ട്, നാട്ടുകൈതയുടെ മാംസം അത് പരിശുദ്ധ ഇസ്ലാമിൽ ഹറാമാക്കപ്പെടുന്നത്, നിഷിദ്ധമാക്കപ്പെടുന്നത് ഖൈബറിന്റെ അന്നാണ്. അതിന്റെ കാരണം മഹാന്മാരാകുന്ന അയിമത്ത് പറയുന്നു, കൗനിഹ കാനത് തഅകുലുൽ ഖാദൂറാത്ത്, കൈതകൾ മ്ലേച്ഛമായ വസ്തുക്കൾ ഭക്ഷിക്കുന്ന ജീവിയാണല്ലോ. അല്ലെങ്കിൽ വഖീല അന്നഹ കാനത് ദഹുറ, ആളുകളുടെ വാഹനമാണല്ലോ. അതുകൊണ്ടൊക്കെയാണ് കൈതയുടെ മാംസം ഇസ്ലാമിൽ നിഷിദ്ധമായത്. ഇനിയും 6 ഹദീസുകളും വിശദീകരിക്കാനുണ്ട്. സമയക്കുറവ് മൂലം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ കേട്ടതൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.